എൻ്റെ മോൻ ഇമ്മാനുവൽ +2 എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് അവന് ചിക്കൻ ബോക്സ് വരികയും തലവേദനയും പനിയും കയ്യിൽ മൊത്തം കുരുക്കൾ പൊങ്ങുകയും എക്സാം എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. ആ സമയത്ത് ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടുകയും ഉപ്പ് കൊടുത്തയച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. അവൻ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ പച്ചത്തിരി നീലത്തിരിയും കത്തിച്ച് മുട്ടുമേൽ നിന്ന് വിശ്വാസപ്രമാണം ചൊല്ലുകയും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും ജപമാലയും ചൊല്ലിയതിൻ്റെ ഫലമായി അവന് ഉന്നത വിജയം നൽകി അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചു. അവൻ്റെ രണ്ടാമത്തെ നിയോഗം, അവൻ നീറ്റ് എക്സാമിന് ഒരു വർഷം നീറ്റ് എക്സാം എഴുതിയായിരുന്നു. അപ്പോൾ ആ മാർക്ക് കുറഞ്ഞുകൊണ്ട് അവന് ഗവൺമെൻറ്റിൽ കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വേറെ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇവൻ ഒരു ദിവസം കരഞ്ഞിട്ട്, അമ്മ എല്ലായിടത്തും എൻജിനീയറിങ്ങിന് സീറ്റ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ചു. ഞാൻ ആ സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കൊരു ലിങ്ക് കിട്ടി. ഞാൻ അതുവഴി ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു. ആ സമയത്തും അവിടെ എക്സാമും ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ സമയത്തും ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവനവിടെ നല്ല മാർക്കോടുകൂടി പാസ്സാകാനും ഒരു അഡ്മിഷൻ നൽകി അനുഗ്രഹിച്ചു. അതുപോലെ അവൻ്റെ എഡ്യൂക്കേഷൻ ലോണ് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. ഞാൻ ആ ബാങ്കിൽ പോകുന്നതിന് മുമ്പ് ഉപ്പ് വിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. തടസ്സങ്ങൾ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അവർ 4 ലക്ഷത്തിൽ കൂടുതൽ ലോൺ തരൂലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 7.5 ലക്ഷം രൂപ ഒരു ഡോക്യുമെൻ്റ് ഇല്ലാതെ ഒരു ലോൺ നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു.